ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വേൾഡ് വ്ളോഗ്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഈ വ്ളോഗിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് വേളാങ്കണ്ണിയിലെ പള്ളികളും പള്ളിക്കകത്തെ കാഴ്ചകളും അതുപോലെ തന്നെ പള്ളിക്ക് ചുറ്റുവട്ടത്ത് വേളാങ്കണ്ണിയിലുള്ള പ്രധാനപ്പെട്ട കാഴ്ചകളും എല്ലാമാണ്. വേളാങ്കണ്ണിയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ട്രെയിനും അതിന്റെ അപ്ഡേറ്റ്സും ടൈമും എല്ലാം ഈ വ്ളോഗിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഷൈൻ ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് വേളാങ്കണ്ണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിൽ ഒന്നാണ് ഈ പള്ളി. ഇവിടെയാണ് മാതാവിന്റെ തിരുസ്വരൂപം ഇരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നേർച്ചയിട്ട് പ്രാർത്ഥിക്കുന്നതും നമ്മുടെ നേർച്ചകൾ കഴിക്കുന്നതും ഈ പള്ളിയിൽ തന്നെയാണ്. ഇവിടുത്തെ പ്രധാന നേർച്ച എന്ന് പറയുന്നത് പൂമാല മാതാവിനെ ചാർത്തലാണ്. അതുപോലെ തന്നെ നമ്മൾ മേടിക്കുന്ന തിരി കത്തിക്കുന്നത് ഈ പള്ളിയോട് ചേർന്നിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ തിരി കത്തിക്കുന്നത്. ഷൈൻ ബസിലിക്ക പള്ളിയുടെ പടിഞ്ഞാറ വശത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന അഭിമുഖമായിട്ട് നിൽക്കുന്ന വശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷൈൻ ബസിലിക്ക പള്ളിക്ക് രണ്ട് വശങ്ങളുണ്ട്, ഒന്ന് കിഴക്ക് വശം, ഒന്ന് പടിഞ്ഞാറ വശം. ഇതിൽ പടിഞ്ഞാറ വശത്തേക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്ന അൾത്താരയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പള്ളിയുടെ അൾത്താര നമ്മൾ ശ്രദ്ധിച്ചു നോക്കി നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ പള്ളിയുടെ അൾത്താരയിൽ ഒരുപാട് കൊത്തുപണികളും അതുപോലെ തന്നെ ചിത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട്. ഈ പള്ളിയുടെ അൾത്താരയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ പള്ളി മുഴുവനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പള്ളി മുഴുവനായിട്ടും ഒരു ഗോൾഡ് നിറത്തിലും അതിനോട് ചേർന്നിട്ടുള്ള ടോണുമാണ് കൂടുതലായിട്ട് ഈ പള്ളിക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സാൻ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുശേഷിപ്പാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അൾത്താരയുടെ ഒരു വശത്തായിട്ടാണ് ഈ തിരുശേഷിപ്പ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പള്ളിക്കകത്തേക്ക് കയറി വരുന്നതിന്റെ മുകളിലായിട്ട് ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങളും കൊത്തുപണികളുമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ തന്നെ കണ്ട പള്ളിയുടെ മുകളിലായിട്ട് മറ്റൊരു പള്ളിയും കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. വളരെ സിമ്പിളായിട്ട് പണിതിരിക്കുന്ന ഒരു അൾത്താരയാണ് നമുക്ക് ഈ പള്ളിക്കകത്ത് കാണുവാൻ സാധിക്കുന്നത്. ഈ അൾത്താരയിൽ വലിയ കൊത്തുപണികളോ അങ്ങനത്തെ ചിത്രങ്ങളോ ഒന്നും നമുക്ക് കാണുവാൻ സാധിക്കില്ല. വളരെ സിമ്പിളായിട്ടാണ് ഈ അൾത്താര ചെയ്തിരിക്കുന്നത്. ഈ പള്ളിയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഈ പള്ളിക്ക് പുറത്തിറങ്ങി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വേളാങ്കണ്ണിയിലെ എല്ലാ പള്ളികളും നമുക്ക് കാണുവാൻ സാധിക്കും. കുറച്ചേറെ നടക്കുന്നു, അതുകൊണ്ട് ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. ഹോട്ടൽ ശരവണ ഭവനിലാണ് ഞാൻ ചായ കുടിക്കാൻ കയറിയത്. മസാല ദോശയും ചൂടൻ വടയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു. ക്രൈസ്റ്റ് സ്റ്റാച്യു വേളാങ്കണ്ണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്നാണ് ഈ ക്രിസ്തുരൂപം. 62 അടിയാണ് ഈ ക്രിസ്തുരൂപത്തിന്റെ ഉയരം. വേളാങ്കണ്ണിയിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും കാണാവുന്ന രീതിയിൽ നല്ല തൂവെള്ള നിറത്തിലാണ് ഈ ക്രിസ്തുരൂപം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ശില്പി മലയാളിയായ കോട്ടയംകാരനായ ജോഷി ബേബിയാണ്. മോർണിംഗ് സ്റ്റാർ ചർച്ച് വേളാങ്കണ്ണിയിലെ ഏറ്റവും വലിയ പള്ളിയാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരുമിച്ച് നിന്ന് കുർബാന കാണുവാൻ സാധിക്കുന്ന വലിയൊരു പള്ളിയാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച്. അതുപോലെ തന്നെ വലിയൊരു അൾത്താരയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ അൾത്താരയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് കൊത്തുപണികളും ചിത്രങ്ങളും നമുക്ക് ഈ അൾത്താരയിൽ കാണുവാൻ സാധിക്കും. ഈ പള്ളിയിലാണ് മലയാളം കുർബാന നടക്കുന്നത്. കഴിഞ്ഞ വർഷം വേളാങ്കണ്ണിയിൽ വന്നപ്പോൾ മോർണിംഗ് സ്റ്റാർ ചർച്ചിന്റെ അകത്ത് കയറാൻ സാധിച്ചിരുന്നില്ല. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന്റെ പേരിൽ വേളാങ്കണ്ണിയിലെ ഈ മോർണിംഗ് സ്റ്റാർ ചർച്ച് മുഴുവനായിട്ട് അടച്ചിട്ടാക്കായിരുന്നു. അന്ന് ഇവിടെ നടത്തിയിരുന്ന കുർബാനകളും കർമ്മങ്ങളെല്ലാം നമ്മളിപ്പോൾ കാണുന്ന ക്രൈസ്റ്റ് സ്റ്റാച്യുവിന്റെ അടുത്തായിട്ട് ഒരു ഷെഡ് പണിത് അവിടെയാണ് ഇവിടുത്തെ കർമ്മങ്ങളെല്ലാം നടത്തിയിരുന്നത്. ഓൾഡ് വേളാങ്കണ്ണി ചർച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വേളാങ്കണ്ണിയിലെ ദേവാലയത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് തെളിവുകൾ ഏറെയൊന്നും ഇല്ലെങ്കിലും പല ഐതിഹ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്.
അതിൽ പ്രധാനം മോര് വിൽപ്പനക്കാരനായ ഒരു മുടന്തൻ ബാലന് മാതാവിന്റെ ദർശനം ലഭിക്കുകയും അവൻ ആരോഗ്യവാനാവുകയും ചെയ്തതാണ്. ഓൾഡ് വേളാങ്കണ്ണി ചർച്ചിന്റെ മുൻവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കിണറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഈ കിണറിലെ വെള്ളം അത്ഭുതശുദ്ധി ഉള്ളതായിട്ട് വിശ്വാസികൾ കാണുന്നു. ഈ കിണറിലെ വെള്ളം ഉപയോഗിക്കുന്നത് വഴി രോഗശാന്തിയും അത്ഭുത പ്രവർത്തികളും നടക്കുമെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അമ്മത്തൊട്ടിൽ കെട്ടിയും വിശ്വാസികൾ തങ്ങളുടെ നേർച്ച കാഴ്ചകൾ ഇവിടെ കഴിക്കാറുണ്ട്. ഷൈൻ ബസിലിക്ക പള്ളിയിൽ നിന്ന് ഓൾഡ് വേളാങ്കണ്ണി ചർച്ചിലേക്ക് പോകുന്ന മണൽ വിരിച്ച വഴിയാണ് കാണുന്നത്. ഈ വഴിയിലൂടെ ആളുകൾ നേർച്ചകൾ നേർന്ന് മുട്ടിലെഴഞ്ഞ് ഈ ഓൾഡ് വേളാങ്കണ്ണി ചർച്ചിലേക്ക് എത്താറുണ്ട്. കുമ്പസാര ഒരുക്കത്തിന് വേണ്ടിയുള്ള പള്ളി. ഈ പള്ളി കുമ്പസാരിക്കുന്നതിന് തൊട്ടു മുന്നേ നമുക്കിവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങുന്നതിന് വേണ്ടിയാണ് ഈ പള്ളിക്കകത്തേക്ക് ആളുകൾ എത്തുന്നത്. വളരെ നിശബ്ദമായിട്ടാണ് ഈ പള്ളിക്കകത്ത് എല്ലാവരും ഇരിക്കുന്നത്. ഈ പള്ളിയുടെ തൊട്ടുപുറകിലായിട്ടാണ് ആരാധന പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളി AC ആണ്. ഈ പള്ളിക്കകത്ത് 24 മണിക്കൂറും ആരാധന നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെന്നിരുന്ന് നിശബ്ദമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. നാട്ടു തെറ്റു ചർച്ച്. പള്ളികളുടെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഒരു ഗ്ലാസ് ചായയും കുടിച്ച് നമ്മളിനി നേരെ പോകാൻ പോകുന്നത് മ്യൂസിയത്തിലേക്കാണ്. ഷൈൻ ബസിലിക്ക പള്ളിയുടെ മുൻവശത്തായിട്ടാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ മ്യൂസിയത്തിൽ ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഈ മ്യൂസിയത്തിൽ ഞാൻ കണ്ട കാഴ്ചകൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ എന്ന് പറയുന്നത് പഴയകാല ചിത്രങ്ങളും അതുപോലെ തന്നെ മാതാവിന്റെ സ്റ്റാച്ചുകളും അങ്ങനെ വേളാങ്കണ്ണിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാഴ്ചകളാണ് ഈ മ്യൂസിയത്തിലുള്ളത്. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് വേളാങ്കണ്ണി ബീച്ചിലേക്കാണ്. ആ ബീച്ചിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തുന്ന ആളുകൾ നേർച്ചയായിട്ട് തല മുണ്ടനം ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. നേരെ നമ്മളിപ്പോൾ അതേ കടലിലേക്ക് എത്തി. കടലിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് പേര് ബീച്ചിൽ ഇറങ്ങി കുളിക്കുന്നുണ്ട്. ബീച്ച് ഇങ്ങനെ കണ്ണെത്താ ദൂരത്തേക്ക് ഇങ്ങനെ നീണ്ട് കിടക്കാണ്. അങ്ങനെ ബീച്ചിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് ഇനി നാട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. നമ്മളങ്ങനെ തിരിച്ച് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഈ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ 4:40 മെമു ട്രെയിൻ എടുക്കുന്നത്. അപ്പോൾ ചെന്ന് നമുക്ക് ഒരാൾക്ക് നാഗപട്ടണത്തേക്ക് പോകേണ്ട ഒരാളുടെ ട്രെയിൻ ടിക്കറ്റ് എന്ന് പറയുന്നത് 10 രൂപയാണ്. 4:40 ഈ ട്രെയിൻ വേളാങ്കണ്ണിയിൽ നിന്നും എടുക്കും. ഈ ട്രെയിൻ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം മാത്രമേ കാരക്കൽ എറണാകുളം എക്സ്പ്രസ് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയുള്ളൂ. ഈ എക്സ്പ്രസിന്റെ റൈറ്റ് ടൈം എന്ന് പറയുന്നത് 5:02 ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അടുത്തൊരു വ്ളോഗിൽ കാണും വരേക്കും സൈനിങ് ഓഫ്. ഹാപ്പി വേൾഡ് വ്ളോഗ്സ്. താങ്ക് യു.